ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും ആയിരുന്നു കേട്ടോ. അപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് അരി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈസ്റ്റൊന്നും ചേർക്കാറില്ല. കുറച്ച് തേങ്ങയുടെ പീസ് ഇട്ട് കൊടുത്തു. നമ്മൾ പഴയ വെച്ചിരിക്കുന്ന ചോറും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒന്ന് ആ തേങ്ങയെല്ലാം ഒന്ന് അരഞ്ഞു കിട്ടാനായിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഞാൻ പഴയ അപ്പത്തിൻ്റെ മാവാണ് ചേർക്കുന്നത്. ഇതിന് മുന്നേ എടുത്ത് വെച്ചിരുന്ന അപ്പത്തിൻ്റെ മാവാണ്. അപ്പോൾ ആ മാവ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കും. അതിന് ശേഷം അത് പുളിക്കാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പം അപ്പത്തിൻ്റെ മാവ് ശരിക്കും നല്ലപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പ് ചേർത്തിട്ട് വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് അരച്ച് വയ്ക്കുക. അപ്പോൾ സ്റ്റൂവിനായിട്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ എരിവിനുള്ള പച്ചമുളകും കുറച്ചൊരു പീസ് ഇഞ്ചിയും മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വേവിച്ച് എടുക്കണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഉള്ളത് ചെയ്യാം. അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ശരിക്കും ഒന്ന് തിളപ്പിക്കുക. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നമുക്ക് തേങ്ങാപ്പാലെടുക്കാം. അപ്പോൾ കടുകും മുളകും ഉള്ളിയും കറിവേപ്പിലയും ഉഴുന്നുപരിപ്പും എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് കടുക് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ഒരു കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പവും കൂടെ ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഫോളോ ചെയ്തേക്കണേ.